ഹലോ, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഡെസേർട്ടായിട്ടാണ്. ഇതിനുണ്ടാക്കാൻ വേണ്ടി വെറൈറ്റി ആയിട്ടുള്ള ഡെസേർട്ട് ഐറ്റം തപ്പി ഇറങ്ങിയതാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇത് അടിപൊളി ടേസ്റ്റാണ്, ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഡെസേർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മീഡിയം സൈസിലുള്ള 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് 1/2 കപ്പ് പാലൊഴിച്ച് മിക്സി ജാറിലൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കാം. ഗീ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ക്യാരറ്റ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇവയെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ക്യാരറ്റിൻ്റെ റോ ടേസ്റ്റ് മാറുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ക്യാരറ്റിൻ്റെ റോ ടേസ്റ്റൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മിൽക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഈ മിൽക്കൊന്ന് ചൂടായി വരുന്നത് വരെ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മിൽക്ക് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ റവ ചേർത്തതിന് ശേഷം നന്നായിട്ട് കൈയെടുക്കാതെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് പാനിൽ നിന്നും വിട്ട് വരുന്ന ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മിക്സ് പാനിൽ നിന്നും വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് മിക്സ് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചൂടിൽ തന്നെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറേശ്ശെയായിട്ടെടുത്ത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുകയാണ്. ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളവയും ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ക്യാരറ്റ് മിക്സ് മുഴുവനായിട്ടും ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു സ്റ്റീമറിൽ കുറച്ച് ഗീ പുരട്ടിയതിന് ശേഷം നമ്മുടെ ഈ ബോൾസ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട പുഡിംഗ് മിക്സർ നമുക്ക് റെഡിയാക്കി എടുക്കാം. പുഡിംഗ് മിക്സർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1/2 ലിറ്റർ പാലൊഴിച്ച് കൊടുക്കാം. ഇനി ഈ പാലൊന്ന് നന്നായിട്ട് ചൂടാകുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 3-4 ഏലക്ക ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് പകരം പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മിൽക്ക് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പാലിവിടെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ക്യാരറ്റ് ബോൾസ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 2 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഈ മിക്സിന് നല്ലൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി നന്നായി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മിക്സ് കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പിസ്തയും ബദാമുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം.
അപ്പോൾ ഇതാ നമ്മുടെ വൈറലായിട്ടുള്ള ക്യാരറ്റ് ജാമുൻ ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്, അതുപോലെ ഹെൽത്തിയാണ്. അപ്പോൾ ഇതിനെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.